യൂട്യൂബർ തൊപ്പിയുടെ കൂട്ടാളി മുഹമ്മദ് എന്ന മമ്മു അറസ്റ്റിൽ. വണ്ടി വരൂ, നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാം. മഞ്ചേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. സജിമോൻ പോലീസ് എന്താണ് ഇതെല്ലാം ഒരൊറ്റ കമ്പനിയായിരുന്നു. ഈ മൂന്ന് പേരും, മമ്മു, ഷമീർ, നിഹാദ് എന്ന തൊപ്പി. പണ്ട് ഇവന്മാര് ഒരു ക്ലബ്ബായിരുന്നു, യുവദർശനം. ഇപ്പതേ അവന്മാര് യുവ, ഇവന്മാര് ദർശന. മമ്മു ഈ കേസിലെ 4ാം പ്രതിയാണ്. 1ാം പ്രതി നിഹാദ് എന്ന തൊപ്പിയാണ്. ഈ ഫയലും നോക്കേ, ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. ഈ യുവാവ് എന്നൊക്കെ പറയുമ്പോൾ വളരെ ചെറിയ കുട്ടിയാണ്, പക്ഷേ കയ്യിലിരിപ്പ് വളരെ മോശമാണ്. മോശം അഭിപ്രായം. എന്താ ജയ്സ ഇത്? എല്ലാ പ്രശ്നത്തിലും നീ ഉണ്ടല്ലോ. തൊപ്പി അടക്കമുള്ള ആളുകൾ ഒളിവിലാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ തൊപ്പിയുടെ സുഹൃത്ത് പിടിയിലായിരിക്കുന്നത്. 4-5 കൊല്ലം ജയിലിൽ കിടക്കാനുള്ള വകുപ്പ് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടാ പരനാരി ഈ മുങ്ങൽ മുങ്ങിയത്. ഗായകൻ ഹനാൻ ഷാ കൊടുത്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ്. എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് 4 പൊട്ടിക്കണം. മഞ്ചേരി പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തൊപ്പി അടക്കമുള്ളവർ ഈ കേസിൽ ഒളിവിലാണ്. സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. എന്റെ ലേറ്റസ്റ്റ് ഫോട്ടോ സഹിതം വാർത്ത പത്രത്തിൽ വന്നിട്ടുണ്ട്. മമ്മു എന്ന മുഹമ്മദാണ് മഞ്ചേരി പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇയാളെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടിയാണെങ്കിൽ ഒരു പണിയെടുക്കാതെ മര്യാദയ്ക്ക് സുഖമായിട്ട് കഴിയായിരുന്നു. ഒറ്റയടിക്കലെ തെളിഞ്ഞു വന്ന ലൈഫിന്റെ ഫിലമെന്റ് അടിച്ചു പോയത്. ഈ ഗായകൻ ഹനാൻ ഷാ നൽകിയ കേസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു, പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇവർക്കെതിരെ കേസെടുത്തിരുന്നത്. ആ കള്ള മീശമാധവനെയും കൂട്ടുകാരൻ ചോണയുള്ള പോലീസാണെങ്കിൽ പിടിച്ച് ലോക്കപ്പിലിട്ട് 4 ചാമ്പ്യം. ഹനാൻ ഷാ തന്നെ തന്റെ വ്ളോഗിലൂടെ വന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഒരു കാരണവശാലും വെറുതെ വിടാൻ താൻ തീരുമാനിച്ചിട്ടില്ല. നിയമപരമായി തന്നെ തങ്ങൾ മുന്നോട്ട് പോകും. താനങ്ങ് ഇറങ്ങി കളിക്കുക അല്ലയോ? കളിക്കുമ്പോ ഇറങ്ങി കളിച്ചു തന്നെ സാറേ ശീലം. താൻ അയൽവാസിയുടെ വീടിനകത്തേക്ക് ഒളിഞ്ഞു നോക്കാറുണ്ട് എന്നടക്കം തുറന്നു പറഞ്ഞിട്ടുള്ള യുവാവാണ് ഈ മുഹമ്മദ് എന്ന മമ്മു. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? മല്ലയാ, ഞാൻ പോകണേ.